എന്നാ ക്യാമറ നോക്കിക്കോട്ടോ. ക്യാമറ എവിടെ ഇരിക്കണേ? ഇങ്ങനെ കയ്യേറ്റായിട്ട് കാട്ടട്ടെ കാക്ക പറയുമ്പോ. ഫസ്റ്റ് ഇത് കാണിച്ചു കൊടുക്കും, എന്നിട്ട് നമ്മൾ ഇത് കാണിച്ചു കൊടുക്കും. അല്ല, ഫസ്റ്റ് കാക്കു ഇത് കാണിച്ചു കൊടുക്കും. കാക്കു പറയും ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഹോട്ട് വീൽസ്. കാക്കു തന്നെ അടിക്കും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഹോട്ട് വീൽസ് അടുത്ത 8:30 ശേഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ല, ഹോട്ട് വീൽസ് ഫോർമുല 1. ഇങ്ങനെ അടിക്കും. ഇങ്ങനെ പിടിക്കും കാക്കും. കാക്കു ഇങ്ങനെ ഇരിക്കും. ഇത് ക്യാമറക്കൊക്കെ ചിരിക്കണം കേട്ടോ. ക്യാമറക്കൊക്കെ ചിരിക്കണം, കണ്ണടിക്കല്ല. ഹോട്ട് വീൽസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അടുത്ത 8:30 ശേഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹോട്ട് വീൽസ് ഫോർമുല 1. എങ്ങനെ? അപ്പൊ ശരി, റെഡി അല്ലേ? റെഡിയാണോ? അപ്പൊ റെഡി അല്ലേ? അപ്പൊ ക്യാമറയ്ക്ക് തന്നെ നോക്കണമല്ലേ? അപ്പോ ഇല്ല ആദ്യം. അപ്പോ ഹോട്ട് വീൽസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അടുത്ത 8:30 ശേഷം അല്ല ആദ്യം കേട്ടോ. അടുത്ത 8:30 സ്കൈലൈഷ് ആദ്യം നിസാൻ സ്കൈലൈൻ അടുത്ത 8:30 ശേഷം ഞങ്ങൾ സമർപ്പിക്കുന്നു. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ല, ഫോർമുല 1. റെഡി 1 2 3 സ്റ്റാർട്ട്. നിസാൻ സ്കൈലൈൻ അടുത്ത 8:30 ശേഷം ഞങ്ങൾ പുതുതായി സമർപ്പിക്കുന്നു. ഫോർമുല 1 ഹോട്ട് വീൽസ്. ഇനി നമുക്കിത് അൺബോക്സിംഗ് കാണിച്ചെടുക്കാം. ഓക്കെ, ഒന്നുകൂടി കണ്ടുകൊടുക്കാം. എങ്ങനെ ഞങ്ങൾ സമർപ്പിക്കുന്നു? ഞങ്ങൾ സമർപ്പിക്കുന്നു ഫോർമുല 1 ഹോട്ട് വീൽസ്. ചുരുക്കട്ടെ. അൺബോക്സ് ചെയ്യാൻ പോകാം നമുക്ക്. Unboxing goes like this. പെട്ടുപിടിക്കട്ടെ. ക്യാമറ ഇവിടെ ക്യാമറയ്ക്ക് കാക്കൂന്ന് കണ്ണാടി നോക്കുമ്പോ കണ്ണാടി നോക്കിട്ട് പറഞ്ഞു ക്യാമറ. അപ്പോൾ ഫോർമുല 1 റേസ് കാണുന്നവരാണെന്ന് മനസ്സിലാവും. ഇത് മെക്ലറൻ ടീമിൻ്റെ കാറാണ്. ഇത് റെഡ് ബുൾ റേസിംഗ് അല്ല, ഇത് ആൽപൈൻ ടീമിൻ്റെ ആൽപൈൻ ALPINE ആൽപൈൻ. ഇത് ആൽപൈൻ്റെ ഇത് റെഡ് ബുള്ളിൻ്റെ കമ്പനി തന്നെയാണ്, പക്ഷേ വേറെ ടീമാണ് റെഡ് ബുൾ റേസിംഗ്. ഇത് കഴിഞ്ഞ ചാമ്പ്യൻഷിപ്പിൻ്റെ 2-3 റേസ് മുമ്പേ നിക്കോ ഹൾക്കൻബർഗ് ഉണ്ട്, കിക്ക് സോബറിൻ്റെ ടീം. ഓൻ കപ്പടിച്ചിട്ടുള്ള ഫെർലിയാണിത്. അതായത് ഓൻ 3rd പൊസിഷനാണ് കിട്ടിയിരിക്കുന്നത്. 172 മത്സരങ്ങൾക്ക് ശേഷം ആദ്യത്തെ ഒരു ചാമ്പ്യൻഷിപ്പ് ട്രോഫിയാണ് അതിന് കിട്ടുന്നത്. അതും പോഡിയല്ല, 3rd പൊസിഷനാണ് കിട്ടിയിരിക്കുന്നത്. അതിലത്തെ സാധനം ആ സെയിം വണ്ടിയല്ല, ടീം വെഹിക്കിൾ. മതിയല്ലേ? ചവിട്ടരുതട്ടോ. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടീം. ഇതിൻ്റെ ടീമിൻ്റെ പേരോ കേട്ടോ, മണിഗ്രാം F1 ടീം. ടീംസിൻ്റെ പേരൊക്കെ ഇതിന് ചേട്ടുണ്ടാവും. മണിഗ്രാം F1 ടീം. അത്രേ ഉള്ളൂ ഫോർമുല 1. ഇതിലേത് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി? ഏത് ബ്ലൂ? ഈ ബ്ലൂ ഇഷ്ടമായി?
So this is the collection. Collection goes like MRP റേറ്റ് 899 റുപ്യ, യൂണിറ്റ് പ്രൈസ് 179 പെർ പീസാണ് വില വരുന്നത്. പക്ഷേ സ്കാൽപ്പിംഗ് വില എന്ന് പറയുമ്പോൾ 1300 രൂപ, 1300 അല്ല 1500 രൂപയുടെ അടുത്ത് വരും സ്കാൽപ്പിംഗ് വില. സ്കാൽപ്പിംഗ് വില പറയുമ്പോൾ ഇത് പെർ പീസായിട്ട് നമുക്ക് കിട്ടൂല, ഒറ്റൊരു ബോക്സാണ്, 5 പാക്കാണ് ഇതിൻ്റെ. ഇതിൻ്റെ ഫോർമുല വണ്ടിൻ്റെ 5 പാക്കിൽ തന്നെ ഇപ്പോൾ ഇതിലില്ലാത്ത 2-3 ടീംസ് പറഞ്ഞാൽ റെഡ് ബുളിൻ്റെ ടീമില്ല, ഒറാക്കിൾ റെഡ് ബുൾ റേസിംഗ് ഇല്ല, അതേപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസിൻ്റെ പെട്രോണാസ് AMG ഇല്ല, അതുപോലെ തന്നെ ഫെരാരിയുടെ സ്കൂട്ടറിയ ഫെരാരി ഇല്ല, അതേപോലെ തന്നെ പിന്നെ അതല്ലാത്തത് ആ 3 ടീമല്ലാത്തത്. ആ 3 ടീമിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുണ്ട്, മെയിൻ ലൈൻസ് ഉണ്ട്. F1 തന്നെ ബാഡ്ജിങ് വരുന്നത്, അതിന് എക്സ്ട്രാ റേറ്റ് ഉണ്ട്. എത്ര, ഏകദേശം ഒരു 899 റുപ്യത്തോളം, അറൗണ്ട് ഒരു 900 റുപ്പീസിൻ്റെ അടുത്ത് അതിന് വില വരുന്നുണ്ട് അല്ലേ? എന്ത് പറയാനും തല ഇങ്ങനെ ആട്ടെ. ഓക്കെ ഓക്കെ, ഏത് കളറിൽ കൂടുതൽ ഇഷ്ടമായി? എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് ഓറഞ്ചാണ്. കഴിഞ്ഞ ഫോർമുല 1 ചാമ്പ്യൻ കാറും കൂടി ആയിട്ടുള്ള ഓസ്കാർ പിയസ്റ്റ് ലാനോ നോറിസ് ഓണാററ്റാണ് കഴിഞ്ഞ ചാമ്പ്യൻ, ഫസ്റ്റ് ടൈം ചാമ്പ്യനാണ്. ആ ചാമ്പ്യൻ്റെ ടീം കാറാണ് മെക്ലറിൻ്റെ കാർ. മെക്ലറിൻ ടീമാണിത്. ഇത് 5 പാക്കാണ്. അവൈലബിലിറ്റി അങ്ങനെ എല്ലായിടത്തും ഇല്ല, ഉള്ളവർ മേടിക്കുക. പിന്നെ ഇതൊക്കെ എന്തിനാ മേടിക്കുന്നത് വെച്ചാൽ ഒരു മനസ്സുഖം അല്ലേ സാർ? കായ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു മനസ്സുഖം തോന്നും. വെറുതെ നമ്മൾ കായ വരെ തിന്നിട്ടും കുറെ നന്നായില്ല. നമുക്ക് എന്തെങ്കിലും സെൽഫ് ലവ്, സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് മേടിച്ചാൽ നമ്മൾ സെൽഫ് ലവ്. ഇതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ അൺബോക്സിങ് വീഡിയോ. ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ മേടിച്ചിട്ടുള്ള സംഭവമാണിത്. സാന്റാക്ലോസ് ഇഷ്ടമൊന്നല്ല കേട്ടോ. സാന്റാക്ലോസ് ഉണ്ട് പറഞ്ഞ കുത്തി ഞാൻ പിടിച്ചിട്ട് അപ്പുറത്തേക്കാൾ മറിച്ചു മനസ്സിലാകും. ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പല കാറുകളുണ്ട്. അതായത് ഇപ്പോൾ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൽ പോർഷ ഉണ്ട്, ടൊയോട്ട സൂപ്പർ ഉണ്ട്, നിസാൻ സ്കൈലൈൻ R33 R34 ഉണ്ട്, മസ്ഡ RX3 ഉണ്ട്, ജാപ്പനീസ് കാറായിട്ടുള്ള സുബാറു ഉണ്ട്. അങ്ങനെ കുറേ കാറുകളുണ്ട്. പക്ഷേ ഞങ്ങൾ സമർപ്പിക്കുന്നു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ ഒട്ടുമിക്ക കാറുകളും ഞങ്ങളുടെ കളക്ഷനിലുണ്ട്. ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് മുമ്പിൽ എക്സ്ക്ലൂസീവ് അല്ലേ, എക്സ്ക്ലൂസീവായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നു ഞങ്ങളെ കളക്ഷനിലെ മൊത്തം കാറുകളും. അതായത് കളക്ഷനിലെ മൊത്തം കാറുകൾ, കളക്ഷനിലെ മെയിനായിട്ടുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിലുള്ള എല്ലാ മെയിനായിട്ടുള്ള കുറച്ച് കാറുകൾ ഞങ്ങളുടെ കയ്യിൽ സ്റ്റോക്കുണ്ട്. സ്റ്റോക്ക് മീൻസ് സ്റ്റോക്കല്ല, ഞങ്ങളുടെ കളക്ഷനിലുണ്ട്. അതിൽ പെട്ട കുറച്ച് സാധനങ്ങളാണിത് അല്ലേ? അതായത് 0 to 3 പറഞ്ഞാൽ 3 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്ക് ഈ കാറ് കളിക്കാൻ കൊടുക്കാൻ പാടില്ല, അതാണ് പറയുന്നത്. ഓക്കെ, സോ after Fast and Furious, after Formula 1 we present the Fast and Furious Squad. കാണല്ലേ, ഫുള്ള് കാണല്ലേ? The Fast and Furious Squad. Fast and Furious Squadൽ നിസാൻ സ്കൈലൈൻ 2000 GT-R ലിബർട്ടി വാക്ക് എഡിഷൻ, പിന്നെ സുബാറു എംബ്രസ ഉണ്ട്, പിന്നെ മസ്ഡ RX3. മസ്ഡ വൺ ഓഫ് ജാപ്പനീസ് ലെജൻസ് ആണ്. മെയിനായിട്ടുള്ള 2 കാറുകളാണ്. നിസാൻ സ്കൈലൈൻ R33 നമ്മളിപ്പോൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ സിൽവർ സീരീസിൽ വരുന്ന സാധനം. പിന്നെ
ടൊയോട്ട സുപ്ര. ടൊയോട്ട സുപ്ര ട്യൂൺഡാണ്, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എഡീഷനാണ്. ഇവിടെ കാണാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. അപ്പോൾ അത്രക്കന്നെ ഉള്ളൂ. ഇല്ല, അത്രക്കല്ലേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ ലബൂബുവിനെ സപ്പോർട്ട് ചെയ്യില്ല. ലബൂബു എന്താണ്? ലബൂബു ഈസ് ബാഡ്. ഞങ്ങൾ ലബൂബുവിനെ സപ്പോർട്ട് ചെയ്യില്ല. ബട്ട് ഞങ്ങൾ ഹോട്ട് വീൽസിനെ സപ്പോർട്ട് ചെയ്യും.